ഹായ് ഗൈസ്, മഴത്തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയോട് ചോദിക്കാതെ ബാലചന്ദ്രന്റെ അനുവാദം കിട്ടിയപ്പോൾ മക്കളെല്ലാവരും അലീനയുടെ കൂടെ എറണാകുളത്തേക്ക് പോയി എന്നറിഞ്ഞ വൈജ മനുവിനു നേരെ തിരിഞ്ഞു. എടാ മനു, നിന്നോട് അവൾ എല്ലാം പറയാറുണ്ടായിരുന്നല്ലോ, നീയായിരുന്നു അവൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. നിന്നെ പോലും അവൾ പറ്റിച്ചില്ലേടാ, നീ ഒരു പുരുഷനാണോ എന്ന് ചോദിച്ച് മനുവിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് വൈജയന്തി. മനു ഇതേ കാര്യം അലീനയോടും ചോദിച്ചു. അതെന്താ എറണാകുളം പോകുന്ന വിവരം എന്നോട് പറയാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങു പോന്നു എന്ന് പറയുന്നുണ്ട് അലീന. പറയാൻ വിട്ടുപോയി മനുവേട്ടാ എന്നും ചേർക്കുന്നുണ്ട്. അതേസമയം ചിന്നുമോളുടെ വീഡിയോസും ഫോട്ടോയുമെല്ലാം മാമച്ചനെയും ഗ്രേസമ്മയെയും കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി. ഫോട്ടോ നോക്കി വലിയ കുട്ടിയായില്ലേ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു രണ്ടുപേരും. പിന്നീട് ശിവന്റെ വീട്ടിൽ ശിവനും മക്കളും എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജു പറയുന്നത്, അലീന ബാലചന്ദ്രൻ അങ്കിളിന്റെ മോളല്ലല്ലോ എന്ന്. അത് പറയുമ്പോൾ മനുവും ശിവനും രഞ്ജുവിനെ നോക്കുന്നു. ബാലചന്ദ്രന്റെ മോൾ അല്ലേ എന്ന് വൈജ വീണ്ടും ചോദിക്കുമ്പോൾ അല്ലെന്നേ എന്ന് പറയുന്നുണ്ട് രഞ്ജു. വൈജയ്ക്ക് വീണ്ടും കൺഫ്യൂഷനായി. ബാലചന്ദ്രന്റെ മോൾ അല്ലെങ്കിൽ പിന്നെ എന്തിന് അലീനയെ കടപ്പാട്ടൂരി പിടിച്ചു നിർത്തി, എന്തിനു വേണ്ടി അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന വൈജയന്തിയുടെ ചോദ്യത്തിന് ആർക്കും ശരിയായ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ശിവനും മനുവിനും അത് അറിയാഞ്ഞിട്ടല്ല, വൈജയുടെ സ്വഭാവം വെച്ച് അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നും അംഗീകരിക്കുമെന്നും അറിയില്ലല്ലോ. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന വൈജയെയും സ്റ്റാൻലിയെ കണ്ട് എല്ലാം തുറന്നു പറയാൻ നിൽക്കുന്ന ബാലചന്ദ്രനെയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.